ഹലോ നമസ്കാരം. ടെക്ഗുരു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു അപ്പാഷെ വെബ് സെർവർ നമ്മുടെ EC2 ഇൻസ്റ്റൻസ് ഉപയോഗിച്ച് അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം അപ്പാഷെ എന്താണെന്ന് വെച്ചാൽ ഒരു ഓപ്പൺ സോഴ്സ് വെബ് സർവീസാണ്. അതായത് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വെബ് സർവീസാണ്. ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഹോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് HTTP പ്രോട്ടോക്കോൾ വെച്ച് കണക്ട് ചെയ്യുന്ന ഒരു വെബ് സെർവറാണ് അപ്പാഷെ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് ഒരു വെബ്സൈറ്റ് അപ്പ് ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് വീഡിയോയിൽ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഒരു അപ്പാഷെ വെബ് സെർവറിൻ്റെ ഒരു കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് ഫ്രീ ആയി അവൈലബിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അതുമാത്രമല്ല ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എല്ലാ തരത്തിലുള്ള ഓപ്പറേറ്റിംഗ്സ് വിൻഡോസ്, ലിനക്സ്, മാക് OS എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ഇത് വർക്ക് ചെയ്യുന്നതാണ്. ഇതിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സും ഹൈ ആണ്. കൂടാതെ വെർച്വൽ ഹോസ്റ്റിംഗ് കൂടി HTTP സെർവർ വഴി സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കെങ്ങനെയാണത് കണക്റ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ഗിറ്റ് ബാഷ് വഴി EC2 ഇൻസ്റ്റൻസിന് SSH വഴി കണക്റ്റ് ചെയ്യാം. അപ്പോൾ അത് കണക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 കമാൻഡ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്ക്രീനിൽ കാണുന്നത് പോലെ ആദ്യം നമ്മുടെ പ്രൈവറ്റ് കീയെ പെർമിഷൻസ് റീഡ് ഓൺലി പെർമിഷനായിട്ട് മാറ്റണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന chmod 400 കീ നെയിം എന്നുള്ളൊരു കമാൻഡും പിന്നെ SSH വഴി കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കമാൻഡുമാണ് ഉള്ളത്. നമുക്കത് ഗിറ്റ് വഴി EC2 ഇൻസ്റ്റൻസ് കണക്ട് ചെയ്യുന്നതിലേക്ക് പോവാം. അപ്പോൾ ഇതാണിപ്പോൾ നമ്മൾ ഗിറ്റ് ബാഷിലേക്ക് വരുമ്പോൾ നമ്മൾ എവിടെയാണോ കീ ഉള്ളത് ആ ഡയറക്ടറിയിലേക്ക് സ്വിച്ച് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് CD കമാൻഡ് ഉപയോഗിച്ച് അതിലേക്ക് സ്വിച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ LS കമാൻഡ് വഴി അതിൽ കീ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അത് കഴിഞ്ഞ് chmod കമാൻഡ് വെച്ച് ആ കീയുടെ പെർമിഷൻസ് ചേഞ്ച് ചെയ്യാം. chmod 400 എന്നുള്ള, അതായത് 4 എന്ന് പറയുമ്പോൾ റീഡ് പെർമിഷൻ മാത്രമായിട്ട് വരും, യൂസർക്ക് റീഡ് പെർമിഷൻ മാത്രം വരും. അടുത്തത് SSH വഴി ആ കീ ഉപയോഗിച്ച് നമ്മുടെ EC2 ഇൻസ്റ്റൻസിലേക്ക് കണക്ട് ചെയ്യാം. പോർട്ട് 22 വഴി കണക്ട് ചെയ്യാം. അതിനുള്ള കമാൻഡാണ് SSH-i കീ നെയിമും ആൻഡ് യൂസർ നെയിം. ഇത് റൂട്ട് യൂസറായിട്ട് സ്വിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം HTTP ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി, പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റാൾ HTTPD എന്നുള്ള കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കി കാണാൻ പറ്റും HTTPD, പിന്നെ അതിൻ്റെ ആർക്കിടെക്ചർ കാണാൻ പറ്റും, അതിൻ്റെ വേർഷൻ ഏതാണോ നമ്മുടെ സെർവറിൻ്റെ RHEL 9 ആണ് നമ്മൾ ഇൻസ്റ്റൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്, അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് പാക്കേജിൽ ഇൻസ്റ്റാൾ ആവുന്ന ഡിപ്പെൻഡൻസീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ യെസ് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ Y കൊടുക്കുകയാണെങ്കിൽ അത് ഫോർവേഡ് ആവും, അത് ഇൻസ്റ്റാൾ ആവും. അപ്പോൾ ഇങ്ങനെയാണ് കമാൻഡ് വെച്ച് പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിനുശേഷം systemctl സർവീസ് വെച്ചിട്ട് നമുക്കിത് സ്റ്റാർട്ട് ആൻഡ് എനേബിൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് systemctl സ്റ്റാർട്ട് HTTPD എന്നുള്ള കമാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് systemctl എനേബിൾ HTTPD വെച്ച് നമുക്ക് സർവീസ് എനേബിൾ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ systemctl കമാൻഡ് വെച്ച് HTTPD എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തതിന് എനേബിൾ ചെയ്ത് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് systemctl സ്റ്റാറ്റസ് HTTPD എന്നുള്ളൊരു കമാൻഡ് ഉപയോഗിച്ചാൽ നമുക്ക് ഈ സർവീസിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. അത് റണ്ണിങ് സ്റ്റേറ്റിലാണോ സ്റ്റോപ്പ് സ്റ്റേറ്റിലാണോ ഉള്ളത്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആക്റ്റീവ് റണ്ണിങ് സ്റ്റേറ്റിലാണ്, HTTPD സർവീസ് എനേബിൾഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ HTTP സർവീസ് പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്ത് സ്റ്റാർട്ട് ആൻഡ് എനേബിൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ HTTPൻ്റെ കോൺഫിഗറേഷൻ ഫയലാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ
കോൺഫിഗറേഷൻ ഫയലുള്ളത്, എല്ലാ കോൺഫിഗറേഷൻ ഫയൽസും ETC ഡയറക്ടറിയിലായിരിക്കും. അതിൽ HTTPൻ്റെ കോൺഫിഗറേഷൻ ഫയലുള്ളത് ETC. ഓക്കെ. അതിന് ആദ്യം വിം ഇൻസ്റ്റാൾ ചെയ്യണം. അത് വിം എഡിറ്റർ ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായിട്ട് ഇൻസ്റ്റാൾ വിം എന്ന് കൊടുക്കാവുന്നതാണ്. -y ഉപയോഗിച്ചാൽ നമ്മൾ നേരത്തെ എസ് കൊടുക്കുന്നതിന് പകരം കമാൻഡിൻ്റെ കൂടെ -y എന്ന് ലാസ്റ്റ് ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോൺഫിഗറേഷൻ ഫയൽ ചെക്ക് ചെയ്യാം. എല്ലാ കോൺഫിഗറേഷൻ ഫയൽ ETC ഡയറക്ടറിയിലാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ HTTPD കോൺഫിഗറേഷൻ ഫയൽ etcpd/conf/httpd.conf എന്നുള്ളൊരു ഫയലിലാണ് ഇതിൻ്റെ കോൺഫിഗറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കിവിടെ കാണാം, സെർവർ റൂട്ട് കാണാം, ETC HTTPD എന്നുള്ളൊരു ഡയറക്ടറി കാണാം. ഏത് പോർട്ടിലാണ് ലിസൺ ചെയ്യുന്നത്, 80 പോർട്ടിലാണ് ലിസൺ ചെയ്യുന്നതെന്ന് കാണാം. എൻ്റെ എല്ലാ സെറ്റിങ്സും കാര്യങ്ങളും ഈ ഫയലിൽ കാണാവുന്ന സെർവർ അഡ്മിൻ. അപ്പോൾ root@localhost എന്നും കാണാം. അവിടെ നമുക്ക് നമ്മുടെ ഇമെയിൽ ID കൊടുക്കുകയാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എറർ മെസ്സേജോ കാര്യങ്ങളൊക്കെ നമ്മുടെ മെയിലിലേക്ക് വരാവുന്നതാണ്. തൽക്കാലം ഞാനതൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ റൂട്ട് ഡയറക്ടറി, HTTP സർവീസിൻ്റെ റൂട്ട് ഡയറക്ടറി, എല്ലാ ഡിഫോൾട്ട് ഫയൽസും കാര്യങ്ങളൊക്കെ var/www/html എന്നുള്ള ഡോക്യുമെൻറ്റ് റൂട്ടിലാണ് ഉണ്ടാവുക. നമ്മുടെ വെബ്സൈറ്റിന് വേണ്ടുന്ന HTML ഫയൽസും കാര്യങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നത് ഈ ഡയറക്ടറിയിലാണ്, ഈ ഡോക്യുമെൻറ്റ് റൂട്ടിലാണ് അടങ്ങിയിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കോൺഫിഗറേഷൻസ് HTTPൻ്റെ ഭാഗത്തായിട്ട്. ഇപ്പോൾ നമുക്ക് കാണാം index.html. നമുക്കിപ്പോൾ ഒരു PHP ഫയലാണ് വേണ്ടതെങ്കിൽ അപ്പോൾ ഡയറക്ടറി ഇൻഡെക്സിൻ്റെ അവിടെ index.php എന്ന് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ തൽക്കാലം ഡെമോ പർപ്പസിന് HTML ഫയൽ തന്നെയാണ്, ഇത് index.html എന്നുള്ള ഫയൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ ചേഞ്ച് വരുത്തുന്നില്ല. അപ്പോൾ ബാക്കി കോൺഫിഗറേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ വിം എഡിറ്ററിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്കേപ്പ് WQ എന്നുള്ളൊരു പിന്നെ എക്സ്ക്ലമേഷൻ മാർക്ക് ഉപയോഗിച്ചാൽ നമുക്ക് ഇവിടുന്ന് വിം എഡിറ്ററിൽ നിന്ന് സേവ് ചെയ്ത് പുറത്തേക്ക് വരാവുന്നതാണ്. W ഇല്ലാതെ Q മാത്രം അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ സേവ് ആവാതെ എക്സിറ്റ് ആവുന്നതാണ്. ഇപ്പോൾ കോൺഫിഗറേഷൻ ഫയൽ നമ്മൾ കണ്ടു. അടുത്തതായിട്ട് നമുക്കൊരു വെബ്സൈറ്റ് വേണ്ടുന്ന കണ്ടൻറ്റ് ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഫയലാണ് വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോക്യുമെൻറ്റ് റൂട്ടിൽ index.html എന്നുള്ള ഫയലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ടച്ച് കമാൻഡ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. touch/war/www/html/index.html എന്നുള്ള ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ വിം എഡിറ്റർ ഉപയോഗിച്ച് തന്നെ നമുക്ക് വിം ഈ ലൊക്കേഷൻ ഫയൽ നെയിം അടിച്ചു കൊടുത്താൽ നമുക്കത് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവുന്നതാണ്. ഞാനിപ്പോൾ ടച്ച് ഉപയോഗിച്ച് ആ ഫയൽ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം വിം എഡിറ്റർ ഉപയോഗിച്ച് ആ ഫയലിൽ നമ്മൾ കണ്ടൻസ് ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ കണ്ടൻസ് ആഡ് ചെയ്യേണ്ടത്. നമ്മൾ ഡെവലപ്പേഴ്സ് കോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു HTML ഇതൊക്കെ ഇവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ബേസിക് ഇത് മാത്രമാണ്, ഒരു ഹെഡ് മാത്രം കൊടുത്ത് ഒരു ഡെമോ പർപ്പസിന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ HTML ഫയലിന് ഒരു എക്സാമ്പിളിന് വെൽക്കം ടു ടെക്ഗുരു യൂട്യൂബ് ചാനൽ എന്നാണ് ഒരു കണ്ടൻ്റായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹെഡിങ് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇത് സേവ് ചെയ്ത്, അതായത് ഈ കണ്ടൻറ്റിന് എസ്കേപ്പ് ചെയ്ത് WQ എക്സ്ക്ലമേഷൻ മാർക്ക് വെച്ച് സേവ് ചെയ്ത് എക്സിറ്റ് ചെയ്യുന്നതാണ്. അതിനുശേഷം നമ്മുടെ HTTP സർവീസ് റീസ്റ്റാർട്ട് ചെയ്യുക. systemctl റീസ്റ്റാർട്ട് കമാൻഡ് വെച്ച് HTTPD സർവീസ് റീസ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് ഈ കമാൻഡ് ലൈൻ ഉപയോഗിച്ച് തന്നെ ഈ വെബ് സെർവർ അപ്പായോ ഇല്ലയോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് കേൾ കമാൻഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കേൾ നമ്മളെ പബ്ലിക് IP അഡ്രസ്സ് കൊടുത്താൽ നമുക്ക് നമ്മളെ
കണ്ടൻറ്റ് ഈ കമാൻഡ് ലൈനിൽ തന്നെ നമുക്ക് വിസിബിളായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഈ ക്രോം ബ്രൗസർ ഉപയോഗിച്ച് നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് IP അഡ്രസ്സ് നമുക്കിവിടെ കാണാം. അപ്പോൾ ഈ IP അഡ്രസ്സ് നമ്മൾ വെബ് ബ്രൗസറിൽ സെർച്ച് ചെയ്തിട്ട് നമുക്കിത് വെരിഫൈ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ തൊട്ട് മുന്നേ നിന്ന് IP അഡ്രസ്സ് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും വെൽക്കം ടു TechGuru യൂട്യൂബ് ചാനൽ എന്നുള്ള രീതിയിൽ നമ്മൾ വെബ് സെർവർ അപ്പായിട്ടുണ്ട്. ഇത്രയാണ് ഈസി ആയിട്ട് ഒരു HTTP സർവീസ് നമ്മൾ EC2 ഇൻസ്റ്റൻസിൽ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്ത് എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് അപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ബൈ ബൈ.